നമുക്ക് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടണം. കുറച്ച് മിശ്ര ഭിന്നങ്ങളുണ്ട്, അല്ലാത്തൊരു ഭിന്നവും ഉണ്ട്. നമുക്ക് ഇതിനെ എങ്ങനെ കൂട്ടാം? മിശ്ര ഭിന്നങ്ങളും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇതിനകത്തുള്ള ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും ഉണ്ടല്ലോ ഒരു മിശ്ര ഭിന്നത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ളവയ്ക്കകത്തുള്ള എല്ലാ പൂർണ്ണസംഖ്യകളെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം കൂട്ടാം. 2 + 3 + 1 + 3 ഇത്ര എണ്ണം, ഈ 2 3 1 3 ഇത്ര എണ്ണം എല്ലാം കൂടെ കൂട്ടുക. അതല്ലാതെ ബാക്കി സെപ്പറേറ്റ് ആയിട്ട് ബാക്കിയുള്ള ഭിന്നവും കൂട്ടുക. അതായത് 1/2 + 1/4 + 1/8 + 7/8 + 3/4 ഇത്ര എണ്ണത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 9 കിട്ടും. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് ഇത് ഈ പറയുന്ന എല്ലാ സംഖ്യകളിലും 2 8 ഉണ്ട്, 2 4 ഉണ്ട്, ഒരു 2 ഉണ്ട്. ഇതെല്ലാം 2ന്റെ ഗുണിതങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് പൊതുവായിട്ട് ഇതിലെ ഏറ്റവും വലിയ നമ്പറിനെ ഛേദമായിട്ട് നമുക്ക് എടുക്കാം, പൊതുഛേദമായിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഈ 8നെ പൊതുഛേദമായിട്ട് അങ്ങ് എടുക്കുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സംഖ്യകളെയും 8നോട് തുല്യമാക്കണം, ഛേദങ്ങളാക്കണം. അപ്പൊ നമുക്ക് അതിന്റെ അംശത്തിനെയും മാറ്റേണ്ടതുണ്ട്. ഈ 2നെ 8 ആക്കാൻ 4 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ മുകളിൽ 4 കൊണ്ട് ഗുണിക്കണം. 1 × 4 4 ആണ്. മനസ്സിലായല്ലോ? അതുപോലെ നമ്മൾ ഓരോന്നും ചെയ്യണം. 4നെ 8 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിൽ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 2 കിട്ടും. പ്ലസ് ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. അപ്പൊ ഇതിന്റെ അംശങ്ങൾ അതുപോലെ തന്നെ എഴുതുക, 1 ഉം 7 ഉം. പ്ലസ് ലാസ്റ്റിലുള്ള 4നെ 8 ആക്കാൻ 2 കൊണ്ടാണ് ഗുണിക്കേണ്ടത് എങ്കിൽ മേളിൽ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 3 × 2 6 എന്ന് കിട്ടും. ഇത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടും. ഇനി 9 അതുപോലെ തന്നെ ഉണ്ട്. ഇതിലെല്ലാം കൂടെ അംശം എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 20 കിട്ടും. 20/8 എന്നുള്ളത് ഇതിപ്പോ ബ്രാക്കറ്റിൽ തന്നെ കിടക്കട്ടെ. 20/8. ഈ പറയുന്ന 20/8 എന്ന് പറയുന്നത് ഒരു വിഷമ ഭിന്നമാണ്. അതായത് അംശം വലുതും ഛേദം ചെറുതുമാണ്. ഇതിനെ നമുക്ക് മിശ്ര ഭിന്നത്തിലാക്കണം. മിശ്ര ഭിന്നത്തിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഛേദം അതുപോലെ തന്നെ എഴുതുക. ഇനി ഈ ഛേദത്തിന്റെ പട്ടികയാണ് എടുക്കേണ്ടത്. ഛേദം 8 ആണെങ്കിൽ 8ന്റെ പട്ടിക എടുക്കുമ്പോൾ 1 8 2 8 16 3 8 24 ആയപ്പോൾ ഇവിടെ 20 ഉള്ളൂ. അപ്പൊ തൊട്ട് താഴെ നിൽക്കുന്നത് 2 8 16 ആണ്. ആ 2 നമ്മൾ ഇവിടെ എഴുതുക. 8 ഛേദമുണ്ട്. ഇവിടെ ഇനി അംശമായിട്ട് എഴുതേണ്ടത് 2 8 16. 16 എത്ര കുട്ടികളാണ് 20 കിട്ടുന്നത്? 4 കുട്ടികളാണ് 20 കിട്ടുന്നത്. അപ്പൊ 4 ആണ് നമ്മൾ അംശമായിട്ട് എഴുതേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ വിഷമ ഭിന്നത്തെ മിശ്രഭിന്നമാക്കുന്നത്. അപ്പം ഈ 2 4/8 നമുക്ക് ചെറുതാക്കാമല്ലോ. എങ്ങനെ ചെറുതാക്കാം? 1/2 എന്നാക്കാം. അപ്പൊ ഈ ഇത്രയും ഭാഗം നമുക്ക് 2 1/2 എന്ന് കിട്ടി. ഇവിടെ ഒരു 9 ഉണ്ട്. അതും 2 1/2 കൂടെ എടുക്കുമ്പം പൂർണ്ണസംഖ്യകൾ ഒന്നിച്ച് കൂട്ടിക്കേ 9 2 11 11 1/2 ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. 11 1/2. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ.